ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അപ്പാസ് വ്ലോഗ്. അപ്പോൾ കുറച്ച് ബ്രേക്കിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഓൾറെഡി ഞാൻ പച്ചക്കറി തോട്ടത്തിൻ്റെ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് 2 ഞാൻ ഉടനെ ഇടാമെന്ന്. ബട്ട് കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ചധികം ലേറ്റായിപ്പോയി, സോറി. അപ്പോൾ ഫസ്റ്റ് കണ്ടത് എന്നുണ്ടെങ്കിൽ വഴുതനങ്ങ, അത് ചെറിയ വഴുതനങ്ങയില്ല, അതാണ് ഒരു യെല്ലോയിഷ് കളറായിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് കാണിച്ചത് എന്നുണ്ടെങ്കിൽ തക്കാളിയാണ്. തക്കാളി പച്ച ഉണ്ടായത്. ഓൾറെഡി ഞാൻ തക്കാളി നല്ല റെഡ് കളറായിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറയുന്നത് ഇത് വഴുതനങ്ങൻ്റെ വലിയ വേർഷനാണ് കേട്ടോ. ഇത് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഫ്രൈ ആണെങ്കിൽ ആക്കുക, വറവാക്കുക, കറിയാക്കുക, എല്ലാം ആക്കുക കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ അടുത്തത് പറയുമ്പോൾ പച്ചമുളകാണ്. ഇത് പറഞ്ഞെങ്കിൽ ഉമ്മ അത് നമുക്ക് അത്ര ഇന്റർലോക്ക് ഇല്ല, അപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ചാക്കിലെല്ലാം ഇങ്ങനെ നട്ടിട്ടാണ് ഇത് ഇത്ര ആയത്. പിന്നെയെന്ന് പറയുന്നത് നല്ല കപ്പമുളകാണ്. നല്ല എരിവുണ്ട് കേട്ടോ, നല്ല എരിവ് പറഞ്ഞാൽ നല്ല എരിവുണ്ട്. നമുക്ക് ഈ അച്ചാറിനെല്ലാം കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഉപ്പിലിട്ടിട്ട് വെക്കുക, അങ്ങനെയെല്ലാം ചെയ്യാം. പിന്നെയെന്ന് അറിയുന്നത് ചീരയാണ്. ചീര അത്യാവശ്യം കുറച്ച് നല്ലതിലായിട്ടുണ്ടായിരുന്നു. അധികം എന്ന് പറഞ്ഞാൽ കപ്പമുളക് നല്ലോണം പിടിക്കും, ഇങ്ങനെ കുറേ ടൈം നല്ലതിൽ പിടിക്കും. ഇത് പറയുന്നത് ക്യാപ്സിക്കം മുളകാണ്. അപ്പം ഗ്രീൻ കളർ വരുന്ന ക്യാപ്സിക്കമാണ്. ഒരു 2, 3, 4 പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് വെള്ളരിയാണ്. വെള്ളരിക്ക നമുക്ക് അത് വെള്ളരിക്ക വറുക്കുക, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആക്കാമല്ലോ അത് ചോറിന് കൂട്ടാൻ. പിന്നെ മുളക്, ഇതിപ്പോൾ ഞാൻ അത് ഒരിക്കടുത്ത വീഡിയോ അല്ല, ഒരു 2-3 വട്ടം എടുത്തിന്, മീൻസ് 2-3 വട്ടം പിടിച്ചതാണ് അത്. ഈ ക്യാപ്സിക്കം മുളകും ആയാലും അത് വഴുതനങ്ങൻ്റെ വലുതായാലും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.